നമസ്കാരം സാർ. നമസ്തേ. ശരി, നമസ്തേ. സാർ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റാണ് പിന്നെയും ചർച്ചകളിൽ നിറയുന്നത്. ഇന്നലെ രാത്രി 12:30യോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ പാലക്കാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു കൊടും കുറ്റവാളിയെ പിടിക്കുന്നത് പോലെയാണ് പോയിട്ട് അവർ പിടിച്ചുകൊണ്ട് വന്നതൊക്കെ. അപ്പോ അയാള് ഈ ഒരു വിഷയത്തിൽ നോട്ട് അറസ്റ്റ് കിട്ടിയ വിഷയമായതുകൊണ്ട് തന്നെ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ സജീവമായിട്ട് പാലക്കാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പോലീസിനെ പിടിക്കണം എന്ന് വിചാരിച്ച് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിവിലായിരുന്ന വ്യക്തിയൊന്നുമല്ല. എന്നിട്ട് പോലും രാത്രിയുടെ മറവിലാണ് പോയിട്ട് അറസ്റ്റ് നാടകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ളത്. പക്ഷെ ഇത്തരത്തിലൊരു കേസ് ഇപ്പൊ വീണ്ടും വരും. ഇത് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയാണ്, മൂന്നാമത്തെ അതിജീവിതയാണ് ഇപ്പൊ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഈ കേസിൽ നിയമപരമായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു കേസാണോ സാർ അത്? അല്ലാതെ ഞാനിതിന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആദ്യം തൊട്ട് കേൾക്കുമ്പോൾ അവരെല്ലാം പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അവരെ ഫോഴ്സ് ചെയ്ത് അവരെ ഇയാളെ തട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ അയാൾ അവിടെ ഫോഴ്സ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി അവരെ അങ്ങനെയൊന്നുമല്ല. ഈ സ്ഥലങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥലത്തിൽ രാഹുൽ മാങ്കൂട്ടം വിളിക്കുമ്പോൾ ഇവർ പോയി എന്നായി പറയുന്നത്. പിന്നീട് അയാള് ഇവരോട് മോശമായി പെരുമാറി, പിന്നെ പല പ്രാവശ്യം മോശമായി പെരുമാറി, ചിലർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഈ ബലാത്സംഗ കേസിനകത്ത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു പുതിയ സെക്ഷൻ ഉണ്ടാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇഷ്ട ബലാത്സംഗം അങ്ങനെ ഒരെണ്ണം ഉണ്ടാകേണ്ടതാണ്. ഇഷ്ട ബലാത്സംഗം എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാകേണ്ടതാണ് തോന്നണം. അപ്പൊ ഏതായാലും പോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെ ജസ്റ്റിഫൈ ചെയ്യല്ല. ഒരു പബ്ലിക് ഫിഗർ എന്ന് വെച്ചാൽ പബ്ലിക് ഡീസൻസി, പബ്ലിക് മൊറാലിറ്റി ഒക്കെ ഉണ്ട്, അത് അയാൾക്കില്ല. കാരണം നമ്മൾ നോക്കണ നമ്മുടെ ഇലക്ഷന് വരുമ്പോഴും അല്ലെ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ ആര് കണ്ടാലും അവരെങ്ങനെയാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ കോണ്ടക്സ്റ്റ് എടുക്കുന്നത്, അവർ വളരെ നീറ്റ്ലി ഡ്രസ്ഡ് ആയിരിക്കും. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ആളിനെ പോലും അവർ നീറ്റ്ലി ഡ്രസ്ഡ് ആയിരിക്കും. തലമുടിയെല്ലാം ഭംഗിയായിട്ട് ചീവി വെച്ചവരായിരിക്കും, ഒലഞ്ഞു കിടക്കുന്നവരല്ല. സ്ത്രീകളാണെങ്കിൽ അവരിപ്പം സ്ലീവ്ലെസ് ബ്ലൗസോ അല്ലെങ്കിൽ കട്ട് മിഡിയോ ഒന്നും ഇട്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥികളും വരാറില്ല. അങ്ങനെയൊക്കെ നടക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി തലമുടി സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് തന്നെ തലമുടി വെച്ചോണ്ട് സ്ഥാനാർത്ഥി നമ്മുടെ അടുത്ത് വോട്ട് ചോദിച്ചാൽ നമ്മൾ എത്ര പേര് കൊടുക്കും? നമുക്ക് എവിടെയോ അതൊരു ആക്സെപ്റ്റൻസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പബ്ലിക് മൊറാലിറ്റി ആൻഡ് പബ്ലിക് ഡീസൻസി. അത് ശരിയാണോ തെറ്റാണെന്നല്ല, ദാറ്റ്സ് ദ പ്രിവൈലിംഗ് സോഷ്യൽ പൊളിറ്റിക്കൽ കണ്ടീഷൻ. അത് ആരും ബ്രേക്ക് ചെയ്യാറില്ല, നമ്മൾ ആരും അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ ഇഷ്യൂ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പുള്ളി ഒരു 2 സിനിമാ നടികൾ ആരൊക്കെ ആയിരുന്നു, പുള്ളി ഒരു പൊതുസ്ഥലത്ത് താക്കോൽ കൊടുക്കുന്ന ഏതൊരു കർമ്മത്തിന് വരും, അവിടെ പുള്ളി ഇവരെ ഹഗ് ചെയ്യുന്നു. നിങ്ങൾ നോക്കി, സിനിമാ താരങ്ങൾ പോലും അവരൊരു പൊതുസ്ഥലത്ത് വരുമ്പം അവരിങ്ങനെ പരസ്പരം ഹഗ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ അതിനൊരു എക്സെപ്ഷൻ പറയാവുന്നത് സുരേഷ് ഗോപി ശ്വേതാ മേനോനായിട്ട് ഇങ്ങനെ കുറേ നേരം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ മകളുടെ കല്യാണത്തിനായിട്ട് വന്നപ്പോൾ. വളരെ ഓക്വേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തിനാണ് പുള്ളി പുള്ളി എന്ത് മെസ്സേജ് ആയി കൊടുക്കുന്നത്? സമൂഹത്തിന് പുള്ളി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഐ വണ്ടർ ഹീസ് എ ശശി തരൂർ ഇൻ ദ മേക്കിംഗ്. ഞാൻ അങ്ങനെ പുള്ളിയെ കാണുന്നത്. എനിഹൗ, അത് പുള്ളിയുടെ ഒരു ഭാഗം. പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഞാൻ ഇന്ത്യയിലെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല. 100% ശരി, 100 നിയമവും ലംഘിച്ചിട്ടില്ല. ബട്ട് പബ്ലിക് മൊറാലിറ്റി, പബ്ലിക് ഡീസൻസി അത് ബ്രേക്ക് ചെയ്തു. അത് നിലനിൽക്കേ തന്നെ. നമ്മളിപ്പോ സംസാരിക്കുന്നത് നിയമപരമായ വശമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ മൂന്നാമത്തെ കേസ് പോലീസ് അറസ്റ്റ് ചെയ്ത പോലീസിന് നേരെ പോന്നുള്ള അറിയത്തില്ല. ദേ ആർ ക്രിമിനൽസ് ഇൻ കോക്കി. പോലീസ് എന്ന് പറയുന്നത് ദേ ആർ ക്രിമിനൽസ് ഇൻ കോക്കി, ഇൻ യൂണിഫോം. ഞാൻ അങ്ങനെയാണ് അവരെ കാണുന്നത്. ദേ ആർ ക്രിമിനൽസ് ഇൻ യൂണിഫോം. അവരുടെ എല്ലാ ചിന്തയിലും ഒരു ക്രിമിനൽ രീതിയിലാണ് അവർ പോകുന്നത്. അവർ ആളുകളെ കൊണ്ടുവന്ന് നോക്ക്, ഉടനെ ഇടി കൊടുക്കുന്നു, അടി കൊടുക്കുന്നു. വളരെ പ്രാകൃതമായ രീതിയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള ചിന്താഗതി അവർക്ക് ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ 10ാം ക്ലാസ് പാസ്സാകണേ പോലീസ് കോൺസ്റ്റബിൾ ആകാം, BA പാസ്സാകണേ SI ആകാം. ഇവരാണ് നാട്ടിലുണ്ടാക്കുന്ന ഇത്രയും കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് നിയമം എക്സിക്യൂട്ട് ചെയ്യുന്ന മനുഷ്യരാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പോലീസ് കോൺസ്റ്റബിളും അല്ലെ SI ഒക്കെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മിനിമം ലോയിൽ PhD എങ്കിലും ഇല്ലാത്തവർ SI ആകരുത്. അവർക്ക് മനസ്സിലാകത്തില്ല ഈ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് അവർ ചെയ്യുന്നതിൻ്റെ. പക്ഷേ നമ്മളെ കോടതികൾ അങ്ങനല്ല. കോടതികൾ ഇപ്പൊ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 141 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ. ആർക്കും അതിനെതിരായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അത് ഈ മജിസ്ട്രേറ്റ് അറിയണ്ടേ? ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇതിന് സമാനമായ ഒരു കേസ് ബോംബെയിൽ നടന്നു. അവിടെ ഒരു അഡ്വക്കേറ്റ്, ഒരു സ്ത്രീയാണ്, അവരൊരു പരാതി കൊടുക്കുന്നു. അവരുടെ അടുത്ത്
ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് വന്ന ഒരാള്, അയാളുടെ പേര് പ്രവീൺ മാനിക് കദം എന്നാണ്. അയാള് അവരുമായിട്ട് വിവാഹ വാഗ്ദാനം, അത് അയാളുടെ ഡൈവോഴ്സ് പെറ്റീഷനാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇയാളുമായിട്ട് അവർക്ക് സ്നേഹമുണ്ടാകുകയും വിവാഹ വാഗ്ദാനം കൊടുക്കുകയും എന്നിട്ട് അയാള് അവരെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നാണ് ആ കേസ്. ഓൺ ദ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ്. അയാളുടെ ഡിവോഴ്സ് പ്രോസസ്സിന് വേണ്ടി അവർ കൗൺസിൽ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ പ്രോസസ്സിന്റെ ഇടയിൽ അയാൾ ഇവരെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്തു. എന്തിനാണ്? വിവാഹ വാഗ്ദാനം നൽകി. ഒരു വിവാഹ മോചന കേസ് നടക്കുന്ന അഡ്വക്കേറ്റ് ആണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കേസ് കൊടുക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രാക്ടീസ് ഇതാണ്. പുള്ളിയാണെങ്കിൽ ഒരു IT പ്രൊഫഷണൽ ലണ്ടനാണ് ഈ പുരുഷൻ ഇതാണ്. അപ്പൊ എന്ത് ചെയ്തു? കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ലോനാവാല സിറ്റി പോലീസ് സ്റ്റേഷൻ, പൂനെ റൂറലിലെ FIR നമ്പർ 56/2025. അത് രജിസ്റ്റർ ചെയ്യുന്ന വകുപ്പുകളെന്ന് വെച്ചാൽ പുതിയ BNS ആണല്ലോ ഇപ്പം 2023. അപ്പൊ 2023 സെക്ഷൻ 69 അതെന്ന് വെച്ചാൽ സെക്ഷുവൽ ഇന്റർകോഴ്സ് ഇൻഡ്യൂസ്ഡ് ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് ഓർ എ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ്. പിന്നെ അടുത്ത സെക്ഷൻ 318 സബ്സെക്ഷൻ 4, അതായത് ചീറ്റിംഗ് ഇൻവോൾവിംഗ് വാല്യൂബിൾ സെക്യൂരിറ്റീസ് ഓഫ് പ്രോപ്പർട്ടി. ചീറ്റിംഗ് ഇൻവോൾവിംഗ് വാല്യൂബിൾ സെക്യൂരിറ്റീസ് ഓഫ് പ്രോപ്പർട്ടി അതെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതി വന്നിട്ടുണ്ട്. ഉണ്ടോ? അവരെന്തോന്നൊക്കെ പണാപഹരണം ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള കേസാണ് ഇപ്പോൾ. അടുത്തത് സെക്ഷൻ 316 സബ്സെക്ഷൻ 2 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. അടുത്തത് അതിന്റെ സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 3 സബ്സെക്ഷൻ 5 കോമൺ ഇന്റൻഷൻ ഓഫ്, അത് ഭാരതീയ ന്യായ സംഹിതയുടെ 2023 ആണ്. along with section 66E, that violation of privacy of the Information Technology Act 2000. ഇതാണ് ആ കേസ്. അപ്പം ഇത് വരുമ്പോഴത്തേക്കും ഇയാള് നേരെ എന്ത് ചെയ്തു? ബോംബെ ഹൈക്കോടതി ഇയാളെ സമീപിച്ചു ആന്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി. അപ്പൊ ഹൈക്കോടതി October 15, 2025 റിജക്ട് ചെയ്തു. ഇയാളുടെ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ റിജക്ട് October 15, 2025. അപ്പൊ അയാൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി അയാൾക്ക് November 17, 2025 ഇന്ററിം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇന്ററിം പ്രൊട്ടക്ഷൻ ഡയറക്ടിങ് ദാറ്റ് നോ കോയേഴ്സീവ് സ്റ്റെപ്സ് ബി ടേക്കൺ, പോലീസിന് കൊടുക്കുന്നതാണ്. എന്നിട്ട് സുപ്രീം കോടതി ഇതിന്റെ ഇന്ററിം ഓർഡർ ആയിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് January 8, 2026 ബോംബെ ഹൈക്കോടതി ഇയാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ റെഫ്യൂസ് ചെയ്തതിനെ സുപ്രീം കോടതി തള്ളിക്കളയുന്നു, റദ്ദ് ചെയ്യുന്നു. എന്നിട്ട് ബോംബെ ഹൈക്കോടതി ഇയാൾക്ക് ലുക്കൌട്ട് സർക്കുലറും ബ്ലൂ കോർണർ നോട്ടീസും ഒക്കെ അയച്ചു. അതെല്ലാം അബേൻസിൽ വെക്കാൻ പറഞ്ഞു. സുപ്രീം കോടതി പുള്ളിക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നു. ഈ കേസിലാണ് കൊടുക്കുന്നത്. എന്നാൽ റിലീഫ് ബെയിൽ കൊടുത്തിട്ട് കോടതി പറയണത് പുള്ളി ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ പുള്ളിയുടെ ആവശ്യമുണ്ടെങ്കിൽ പുള്ളി നേരത്തെ അറിയിക്കണം. ഗീവ് ഹിം ആംബിൾ ടൈം സോ ദാറ്റ് ഹി ക്യാൻ റിട്ടേൺ. അങ്ങനെ വരുമ്പോൾ പുള്ളി അറസ്റ്റ് ചെയ്താൽ ആ വ്യക്തിയെ 25,000 രൂപയുടെ ക്യാഷ് സെക്യൂരിറ്റിയിലും 2 പേരുടെ ഷുവർട്ടിയിലും വിത്ത് സെയിം എമൗണ്ട് ലൈക്ക് എമൗണ്ട് വെച്ചിട്ട് അയാളെ അപ്പർ റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അയാളെ അറസ്റ്റ് ചെയ്താൽ 25,000 രൂപയുടെ ക്യാഷ് ഷുവർട്ടിയും മറ്റ് 2 പേരുടെ ഷുവർട്ടി ഓഫ് ദ ലൈക്ക് എമൗണ്ട് അത് വെച്ച് അയാളെ ഇമ്മീഡിയറ്റ് റിലീസ് ചെയ്യണം. അതാണ് January 8, 2026 സുപ്രീം കോടതി ഉത്തരവ്. സുപ്രീം കോടതി 3 ദിവസത്തിന് മുമ്പ് അറിയാതെയാണോ ഇന്നിപ്പോ രാഹുൽ അറിയില്ല. ഈ മജിസ്ട്രേറ്റന്മാര് കേരളത്തിലെ മജിസ്ട്രേറ്റന്മാര് ജഡ്ജിമാരൊക്കെ ഞാൻ പലർക്കും അവർക്ക് ലീഗൽ ഇഗ്നറൻസ് ഉണ്ട്. അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ലീഗൽ ഇഗ്നറൻസ് ഉണ്ട്. അവർ അപ്ഡേറ്റഡ്. ഇത് ഞാൻ പറഞ്ഞ ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്രയും സിമിലാരിറ്റീസ് ഉള്ളൊരു വിധിന്യായം ഞാനിപ്പോ അത് നോക്കി. അത്രയും രണ്ടും റേപ്പ് ഓൺ പ്രോമിസ് ഓഫ് മാരേജ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഉണ്ട്. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ അഡ്വക്കേറ്റ് ഇത് അപ്ഡേറ്റഡ് ആകണ്ടേ? നമ്മൾ സുപ്രീം കോടതിയിലെ ഡിസിഷൻസ് ഒക്കെ വരുന്ന ഇവർ വെറുതെ പേപ്പർ വായിക്കണ്ടേ? പേപ്പർ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതല്ല, മറ്റു പത്രങ്ങളിലും ഉണ്ട്. പിന്നെ ലാ കോർട്ട് അങ്ങനെ ഒരുപാടുണ്ട്. അതിന്റെ ഫുൾ ജഡ്ജ്മെന്റിന്റെ ഡീറ്റെയിൽ മുഴുവനും ഉണ്ട്. ഫുൾ ജഡ്ജ്മെന്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ രണ്ട് സ്ഥലത്തും നടന്നിരിക്കുന്നത് കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ നടന്നിട്ടുള്ളത്? അതെ. ഹൗ കാൻ യു കോൾ ഇറ്റ് റേപ്പ്? ഹൗ കാൻ യു കോൾ ഇറ്റ് റേപ്പ്? വേണമെങ്കിൽ ഇഷ്ടപ്പെടാൻ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് ഈസ് ഈക്വൽ ടു റേപ്പ് എന്നായിട്ടുള്ള മാറുകയാണ്. അത് അതായത് വിവാഹം പ്രോമിസ് കൊടുത്ത് റേപ്പ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കുന്നതിന്
നിങ്ങൾക്ക് അനുവദനീയമല്ലേ? ഡിവോഴ്സ് അനുവദനീയമല്ലേ? അതെ. അപ്പൊ വിവാഹത്തിന് മുമ്പ് പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഒരാൾക്ക് പ്രോമിസ് കൊടുക്കും കല്യാണം കഴിക്കും, അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ അയാളുമായിട്ടൊരു ലൈഫ് ലോങ് പാർട്ണർ ആകാൻ എനിക്ക് ഒക്കില്ല എന്ന് തോന്നുമ്പോൾ എനിക്കന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലേ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാമെങ്കിൽ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്തുകൂടെ? എന്താണ് ഈ പറയുന്നത്? വിവാഹം എന്ന് പറഞ്ഞ ഇവര് വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്ത് വാഗ്ദാനമാണ് ഇത്? വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് എനിക്കറിയില്ല, മീൻസ് ലീഗൽ വശങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഞാൻ പറയട്ടെ. വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് ഇപ്പോൾ നടിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു, ഇതൊക്കെ പറയുമ്പോൾ വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ജോലി ചെയ്തു അതിനുള്ള കൂലിയല്ലേ ചോദിക്കുന്നത്. ആ അപ്പൊ അതെങ്ങനെയാണ് പീഡനാവുന്നത്? ആ, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, അത് ഭാര്യ ആക്കാമെന്ന് പറഞ്ഞു, ഭാര്യ പദവി കൊടുത്തില്ല, അപ്പൊ വഞ്ചനയാണ് ചെയ്തത്. ജോലി വാഗ്ദാനം വഞ്ചന ചെയ്ത് തന്നെ പോലും തട്ടിപ്പ്. അല്ല. കാരണം വഞ്ചന പോലും, ഞാൻ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് സ്നേഹം തോന്നി, എനിക്ക് ഇഷ്ടം തോന്നി, വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായി, ഞാൻ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നു, ഞങ്ങൾ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. പക്ഷേ അടുത്ത 1-2 ദിവസമായിട്ട് അവരായിട്ട് അടുക്കുമ്പോൾ ഇവരെന്റെ ലൈഫ് പാർട്ണർ ആകാൻ ഒക്കില്ലെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നവര് 2-3 മാസം ഒരുമിച്ച് ജീവിക്കണം, എന്നിട്ടാണ് കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കണം. നമ്മൾ വെളിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ വളരെ മോശപ്പെട്ടിരുന്നത്. അവർ ചിലപ്പോൾ 1-2 ജീവിച്ച് ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത് തീരുമാനിക്കുന്നത്. ലൈഫ് ഈസ് എ ലോങ് ടൈം റിലേഷൻ, മാരേജ് ഈസ് എ ലോങ് ടൈം റിലേഷൻഷിപ്പ്. അത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തിനാണ് അവര് വിവാഹം പവിത്രമാണെങ്കിൽ ആ വിവാഹത്തിന് ശേഷം കഴിയേണ്ട പവിത്രമായ ദാമ്പത്യ ബന്ധം, ലൈംഗിക ബന്ധം എന്തിനാണ് വിവാഹത്തിന് മുമ്പ് ഇവരെ അനുവദിക്കുന്നത്? അതെ, അതായത് ഇവരെന്തിനാണ് ഇയാളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇയാളുടെ ഫ്ലാറ്റിൽ പോകുന്നത്? നടിയാക്കാമെന്ന് പറഞ്ഞിട്ടോ ഭാര്യയാക്കാമെന്ന് പറഞ്ഞിട്ടോ ഇത് ചെയ്തു. നടിയാക്കിയാൽ അല്ലെങ്കിൽ ഭാര്യയാക്കിയാൽ അത് റേപ്പല്ല. പരാതിയില്ല. അതെ, പരാതിയില്ല. എന്നെ നായികയാക്കി, അപ്പൊ അത് പീഡനമായിരുന്നില്ല നടന്നത്. എന്നെ നായികയാക്കിയില്ല, അപ്പൊ അത് പീഡനമാണ് നടന്നത്. അപ്പോൾ ഈ പുരുഷൻ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞെന്തെന്നറിയാമോ? ഈ അലിഗേഷൻ ഒക്കെ ഫാൾസ് ആണ്, ഫ്രിവലസ് ആണ്. ഞങ്ങളൊരു കൺസെൻസൽ റിലേഷൻഷിപ്പ് വരും, പക്ഷെ അത് അവസാനിച്ചു. മാത്രമല്ല രണ്ടുപേരും ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ജസ്റ്റിസ് നാഗരത്നൻ, വേറൊരു ജഡ്ജും, ജസ്റ്റിസ് നാഗരത്ന ആൻഡ് ജസ്റ്റിസ് നാഗരത്ന ആൻഡ് ഉജ്വൽ ഭുയൻ. അപ്പൊ ജസ്റ്റിസ് നാഗരത്നയുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. ജസ്റ്റിസ് നാഗരത്ന പറയുന്നത്, commented on the complainant's conduct as an advocate, suggesting she should have been mindful of professional boundaries, especially with accused divorce pending. അവര് ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് നാഗരത്ന പറയുന്നത്. മനസ്സിലായോ? ലീഗൽ വശങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെ. എന്നിട്ട് ഇത് വേറെ രസം വെച്ചാൽ, ന്യൂസ് റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ദിസ് കേസ് ഇനിഷ്യേറ്റഡ് ഡിസ്കഷൻ ഇൻ ലീഗൽ സർക്കിൾസ് concerning professional ethics and complexities of rape on false promise of marriage cases. മനസ്സിലായോ? ഇഷ്ടം പോലെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഈ സുപ്രീം കോടതി ഉത്തരവ് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് 8-ാം തീയതി വരുന്നു. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഇസ് ദ ലോ ഓഫ് ദ ലാൻഡ് എന്ന് ആർട്ടിക്കിൾ 141 കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. എല്ലാ കോടതികളും എല്ലാ അതോറിറ്റിയും ഫോളോ ചെയ്യണം. മാത്രമല്ല ഈ 2023 മെയ് 2-ാം തീയതി സുപ്രീം കോടതി വീണ്ടും ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞത് ജഡ്ജ്മെന്റ്സ് ഡെലിവേർഡ് ബൈ ദ സുപ്രീം കോർട്ട് ആർ ദ ലോ ഓഫ് ലാൻഡ് ആൻഡ് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എനിവൺ വയലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഡൗൺ സുപ്രീം കോർട്ട്. പലരും അത് എന്നാൽ അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭരണഘടനയെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 41, അത് പ്രോപ്പറായിട്ട് നോക്കാത്തതുകൊണ്ട് 2023 മെയ് 2-ാം തീയതി സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വരികയാണ്. ഇറ്റ്സ് 2 ജഡ്ജ് ബെഞ്ചാണ്. അഹസുദ്ദീൻ അമിനുള്ളയും സഞ്ജയ് കൃഷ്ണ കൗളിന്റെയും ജഡ്ജ്മെന്റ് ആണത്. ഇത്ര ക്ലിയർ ആയിട്ട് കിടക്കുമ്പോ ഈ ജനുവരി 8-ാം തീയതി ജഡ്ജ്മെന്റ് ഇവിടുത്തെ മജിസ്ട്രേറ്റ് കണ്ടുന്നില്ല, ഇവിടുത്തെ പോലീസുകാർ അറിയില്ല. പോലീസുകാർ ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ ഇയാൾക്ക് ബെയിൽ കൊടുക്കലെന്ന് ഈ പോലീസ് കോടതിയിൽ ചെല്ലുമോ? വാട്ട് ദ പോലീസ് ആർഗ്യൂഡ് ബിഫോർ ദ കോർട്ട് വാസ് അഗൈൻസ്റ്റ് ദ റൂളിംഗ് ഓഫ് ദ സുപ്രീം കോർട്ട്. അവർക്കെതിരെ കണ്ടന്റ് എടുക്കുകയാണ് വേണ്ടത്. ഈ വിധിന്യായം പുറപ്പെടുവിച്ച മജിസ്ട്രേറ്റിനെതിരെ എടുക്കണം. പിന്നെ ഇയാളുടെ വക്കീലിന് ഇതൊന്നും അറിയില്ലേ? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേസ് ജയിക്കുന്നത് ഈ നമ്മൾ കേസ് കൊടുക്കുന്നവരുടെ ഭാഗ്യം കൊണ്ടാണ് ജയിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ സൈറ്റ് ചെയ്തോട്ടെ. എനിക്ക് സ്പെഷ്യൽ എന്റെ അല്ല, എനിക്കറിയാവുന്ന പറഞ്ഞു. ഈ ISRO കേസിനകത്ത്
ഇതിന്റെ സമയത്ത് നമ്പി നാരായണനും ശശികുമാറെ കൂടെ ഞങ്ങൾ എറണാകുളത്തുള്ള പുള്ളിയുടെ അന്നത്തെ വെരി സീനിയർ ലോയർ മരിച്ചുപോയി MN സുകുമാരൻ നായർ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇത് ആർഗ്യൂ ചെയ്യുമ്പോൾ ഞങ്ങൾ ശശികുമാർ പോയിന്റ് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് സെക്ഷൻ 13 അനുസരിച്ച് സബ്സെക്ഷൻ 3 നോ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് അൺലെസ് അപ്പോൺ എ റിട്ടേൺ കംപ്ലൈന്റ് ബൈ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്താണ് സെക്ഷൻ 5 പറയുന്നു. സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രലിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റ്. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് ISR. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടുത്തെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. അതിന്റെ അർത്ഥം എന്താണ്? അപ്രോപ്രിയേറ്റ് ഗവൺമെന്റോ അവരുടെ ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഫോർമലായിട്ട് ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന് കിട്ടാതെ ഇന്ത്യയിലെ ഒരു കോടതിയും ഇതിനെ കോഗ്നിസൻസ് എടുക്കാൻ പറ്റില്ല. കോടതി കോഗ്നിസൻസ് എടുക്കുകയാണ്. പോലീസ് അന്വേഷിക്കുന്നത് എന്തിനാണ്? പോലീസ് അന്വേഷിക്കുന്നത് അവർ തമാശക്കല്ല. ആ അന്വേഷണ റിപ്പോർട്ട് കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതി ഒരു പക്ഷേ ഡിസ്ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ചെയ്യുന്നു. ആ രണ്ട് പ്രോസസ് നടക്കുമ്പോഴും ദാറ്റ് ഈസ് വെൻ ദ കോർട്ട് ടേക്ക് കോഗ്നിസൻസ്. അങ്ങനെ കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാൻ ഒക്കില്ല എന്ന് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൽ എഴുതി വെക്കുമ്പോൾ എന്തിനാണ് ഈ പോലീസുകാരെ അന്വേഷിച്ചത്? They didn't have the right to investigate. അതുകൊണ്ടാണ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ ഹൈക്കോടതി പറയുന്നത് നിങ്ങൾ അന്വേഷിച്ച ആ റിപ്പോർട്ടുമായിട്ട് ഇന്ത്യയിലെ ഒരു കോടതിയിലും നിങ്ങൾക്ക് സമീപിക്കാൻ ഒക്കില്ല. മനസ്സിലായ? ബൈ വിർച്യൂ ഓഫ് ദിസ്. ഇത് അന്ന് ഞങ്ങൾ പറയുമ്പോൾ ഈ അഡ്വക്കേറ്റ് MN സുകുമാരൻ നായർ ഹൈലി റേറ്റഡ് അഡ്വക്കേറ്റ് പുള്ളി പറയും ഞങ്ങൾ പുള്ളിയുടെ ഇതിന്റെ ഒരു ബെയർ ആക്ട് ഇല്ല. മനസ്സിലായി? ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന് ബെയർ ആക്ട് ഇല്ല. സോ ശശികുമാർ വണ്ടി പോയി ബെയർ ആക്ട് എടുത്തോണ്ട് കൊടുക്കുന്നു. അപ്പൊ അത് വായിച്ചിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ നിർബന്ധിക്കുകയാണ് ഞാൻ എഴുതാം, കേസ് തള്ളിപ്പോണ എന്റെ തലയിൽ പറയരുത്. മനസ്സിലായോ? പക്ഷെ ആ ഹൈക്കോടതി ജഡ്ജ്മെന്റ് 4 ഇടത്താണ് ഇത് സൈറ്റ് ചെയ്തിരിക്കണേ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 4 ഇടത്ത് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് സൈറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ലീഗൽ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നിടത്ത് പലർക്കും ബേസിക്സ് പലതും അറിയത്തില്ല. നമ്മളൊരു ഓർഡിനറി ലേമാൻ. ഐ ആം എൻ ഓർഡിനറി ലേമാൻ, ഐ ആം എ ജേർണലിസ്റ്റ്, ദാറ്റ്സ് ഓൾ. എനിക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ മജിസ്ട്രേറ്റിനും അഡ്വക്കേറ്റിനും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ ട്രാജഡി. അതെ, ഉറപ്പായിട്ടും. ഇവിടെ എസ്പെഷ്യലി റിലേഷൻ ഒരു കാര്യങ്ങളും ഇല്ല. ഇയാള് അക്കൗണ്ടിങ് ആവാനുള്ള ചാൻസസോ എവിഡൻസ് ടാമ്പറിങ് ചെയ്യുന്നുള്ള റിസ്കോ റിലേഷൻഷിപ്പിലെ കേസസ് അങ്ങനെ ഒരു കാര്യങ്ങളിലും ബുദ്ധിമുട്ടില്ലാത്തൊരു സമയത്ത് ഈ അറസ്റ്റ് എങ്ങനെയാണ് കമ്പൽസറി ആവുന്നത്? അയാളൊരു MLA അല്ലേ? അതെ, അയാൾ ചെയ്ത ഒഫൻസ് എന്ന് പറയുന്നതിന് ഇയാൾ നാട് വിട്ടു പോകുന്നതല്ല. അതെ, അതിലിപ്പോ പാലക്കാട് സജീവമായിട്ടുണ്ട്. ഇപ്പോ അത് രണ്ടെണ്ണം മുൻകൂർ ജാമ്യം മേടിച്ചപ്പോ അയാളെ പിടിച്ചിടുന്നു. എന്തിനാണ്? തന്ത്രിയുടെ അറസ്റ്റ്. മനസ്സിലായോ? തന്ത്രിയുടെ അറസ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അത് ചർച്ച ചെയ്യരുത്. മനസ്സിലായോ? തന്ത്രി ദൈവതുല്യനായ ദൈവവുമായിട്ട് സംവദിക്കുന്ന, അങ്ങനെയാണല്ലോ പറയണത്. ദൈവഹിതം പുള്ളി അറിയിച്ചു എന്നല്ലേ പറഞ്ഞത്. അത്രയും കമ്മ്യൂണിക്കേഷനുള്ള മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. ഇത് വേണം ചർച്ച ചെയ്യപ്പെടാൻ. ഇനി മനസ്സിലായോ? ഇത് നമുക്ക് ചുമ്മാ ചിന്തിച്ചു നോക്കിയാണല്ലോ അറിയാം. കഴിഞ്ഞ ദിവസം ആന്റണി രാജുവിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ച ദിവസം ആ ന്യൂസ് ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു 5 മിനിറ്റിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവിന്റെ കൊടുത്തൊരു പരാതി ബ്രേക്ക് ചെയ്തു. അല്ല, അത് നമുക്ക് പ്രത്യേകം ചെയ്യണം. അതിജീവിതയുടെ ഭർത്താവിന്റെ കൊടുത്ത വകുപ്പില്ലേ, അത് നിക്കില്ല. ഭാരതീയ ന്യായ സംഹിതയിലെ ആ സെക്ഷൻ ഐ തിങ്ക് ഇറ്റ് ഈസ് 84. അത് സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്നതാണ്. അത് സുപ്രീം കോടതി ഉത്തരവിന് ലംഘനമാണത്. അടുത്ത ചർച്ച നമ്മൾ തൊട്ടടുത്ത ചർച്ചയിൽ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും. എന്തായാലും ഇവിടെ ഈ കേസ്, ഈ 2 കേസും ഇപ്പൊ ജനുവരി 8-ാം തീയതി ഇത് വന്നു എന്നുള്ളത് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 2-3 ദിവസം മുന്നെയാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. ഇതിനെ പോലും ഓവർകം ചെയ്തുകൊണ്ട് ഇപ്പൊ ഇതുപോലൊരു അറസ്റ്റ് വന്നപ്പോൾ ഉറപ്പായിട്ടും ആ മജിസ്ട്രേറ്റിനെതിരായിട്ടും വേണമെങ്കിൽ നീങ്ങാവുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ ന്യൂഡൽഹി അപ്ഡേറ്റ് ജനുവരി 10 റിപ്പോർട്ടാണ്. ജനുവരി 10, അതായത് ഇന്നലത്തെ. അതില് 8-ാം തീയതിയുള്ള ഉത്തരവിനെ കുറിച്ച് പറയുകയാണ് അവര്. സുപ്രീം കോടതി in false promise of marriage rape case. False promise of marriage rape case. 2 കേസിലും അഡൽട്ട് ആണ്, കൺസെൻഷ്വൽ ആണ്, കാര്യങ്ങൾ മാരേജ് പ്രോമിസ് അലീഗഡ് ആണ്. പറ്റിയിട്ടില്ല. ജഡ്ജിലെ ഒരാൾ സ്ത്രീയാണ്. അതെ, നാഗരത്ന സ്ത്രീയാണ്. അപ്പൊ സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്. ഇത് ഫാൾസ് പ്രോമിസുകൾ നടത്തുന്നു. ഇത്തരം സ്ത്രീകള് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് എൻഗേജ്ഡ് ആകുന്നു എന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ട്, ജഡ്ജിനും ഉണ്ട്. അപ്പോഴാണ് ഇവിടെ
രാത്രി പോയി ഇയാളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നു, നാടകീയമായിട്ടാക്കുന്നു, ഉടനെ തന്നെ എന്തൊക്കെയോ വാർത്തകൾ വരുന്നു, ഉടനെ 14 ദിവസം ജയിലിൽ. വാട്ട് ബ്ലഡി നോൺസെൻസ്. ഉറപ്പായിട്ടും ഇപ്പോ ഈ അറസ്റ്റിന്റെ പിന്നിൽ നമ്മൾ എത്തിച്ചേരാനുള്ള ഒരു നിഗമനം സാറ് പറഞ്ഞതുപോലെ തന്നെ തന്ത്രിയുടെ കേസ് അല്ലെങ്കിൽ ശബരിമല കൊള്ള ഒന്നും ഈ പുറത്ത് ഒരു അധികം കാര്യങ്ങളിൽ ചർച്ചയില്ല. നിന്നൊന്നും മാറ്റി നിർത്തുക, പകരം വീണ്ടും ഇത്തരം പ്രൈവസികളിലേക്ക് കടന്നു കയറി കുറെ ഇക്കിളി കഥകളും കൊണ്ട് പത്രത്താളുകൾ നിറയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അത് ഈ തന്ത്രിയുടെ പറയുമ്പോൾ തന്ത്രിയിലേക്ക് മറ്റേ പിണറായി വിജയനിലേക്ക് പോകുന്നെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ഞാൻ അത്രയൊന്നും കാരണം പിണറായി വിജയൻ ഈ ചെറിയ എമൗണ്ട് ഒന്നും മേടിക്കുന്ന ഒരാളൊന്നും അല്ല. നിങ്ങൾ അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. പക്ഷെ ശബരിമലയിലും ഉണ്ടായിരിക്കുന്നത് ചെറിയൊരു എമൗണ്ട് ആണെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, അതിന്റെ എത്രയോ ഇരട്ടി പുള്ളി കയ്യിലുണ്ട്. പുള്ളി എന്തിനാണ് അപ്പൊ ഈ ചെറിയ തുക? അത് അങ്ങോട്ട് പോകണമെന്നും അല്ല, അത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രശ്നമാണ് പലർക്കും. അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ തന്ത്രി എടുത്ത് മറ്റെന്താണ് BJP ആളുകൾ വീട്ടിൽ പോയി കാണുന്നില്ലേ? എന്താ ഇവരൊന്നും മിണ്ടാതെ വാതുറക്കാത്ത എന്താണ് ഇവരൊന്നും? അപ്പൊ അത് തന്ത്രിയുടെ അറസ്റ്റാണ് പ്രശ്നം. അത് ചില ആളുകളൊക്കെ നമ്മൾ എന്താണ് ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളവരെ നമ്മൾ ആദരിക്കണം. ഉറപ്പായിട്ടും സാർ, എന്തായാലും നമുക്ക് നോക്കാം സാർ.